ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2025-26 അധ്യയന വർഷത്തേക്കുള്ള വിവിധ PG അതേപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് PG കോഴ്സുകൾ, അതായത് നിലവിൽ +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക്, അതായത് പരീക്ഷ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കോഴ്സുകളുടെ അഡ്മിഷൻ അപേക്ഷ വിളിച്ചിരിക്കുകയാണ്. അതായത് CUCET 2025 ഇപ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് കോഴ്സുകൾ, എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്, അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യം ഉൾക്കൊള്ളിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ്. അപ്പോൾ വിശദമായി വീഡിയോ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരുന്ന CUCET, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് അപേക്ഷ വിളിച്ചിരിക്കുകയാണ്. കാരണം സ്വാഭാവികമായിട്ടും എല്ലാ യൂണിവേഴ്സിറ്റികളും രണ്ട് രീതിയിലാണ് അഡ്മിഷൻ പ്രൊസീജിയർ ഉള്ളത്. അത് കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും രണ്ട് പ്രൊസീജിയറാണ്. അതായത് ഒന്ന്, വിദ്യാർത്ഥികളുടെ ഉദാഹരണത്തിന് ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും നിങ്ങളുടെ കഴിഞ്ഞ, അതായത് ഡിഗ്രി ആണെങ്കിൽ സ്വാഭാവികമായിട്ട് PG അഡ്മിഷൻ ഡിഗ്രിയുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട്, ഇനി ഡിഗ്രി ആണെങ്കിൽ +2ൻ്റെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട്, അത്തരത്തിലുള്ള നോർമലായിട്ടുള്ള വിദ്യാർത്ഥികളുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രീവിയസ് എക്സാമിൻ്റെ അല്ലെങ്കിൽ പ്രീവിയസ് കോഴ്സിൻ്റെ മാർക്ക് ബേസ് ചെയ്തുകൊണ്ടുള്ള അഡ്മിഷനാണ്. എന്നാൽ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കോമൺ എൻട്രൻസ്. അതായത് നേരത്തെ നിങ്ങൾ അപേക്ഷ കൊടുത്തതുപോലെ, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ കൊടുത്ത അതേ രീതിയിൽ തന്നെ ഓരോ യൂണിവേഴ്സിറ്റിയും സെപ്പറേറ്റ് ആയിട്ട് വിദ്യാർത്ഥികൾക്ക് കോമൺ എൻട്രൻസ് എക്സാം നടത്തിയിട്ട് അതിൽ ലഭിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് +2 ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും ജസ്റ്റ് ഒരു 50% നോർമൽ എല്ലാ സബ്ജക്റ്റുകൾക്കും ജസ്റ്റ് 50% മാർക്കോട് പാസ്സാവുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് നടന്ന എൻട്രൻസ് എക്സാമിന് ലഭിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിറ്റി ഏറ്റവും ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് സെൻറ്ററുകളും അതേപോലെ യൂണിവേഴ്സിറ്റിക്കുള്ള വളരെ പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രൊസീജിയറാണ് എൻട്രൻസ് എക്സാം ബേസ് ചെയ്തുകൊണ്ടുള്ള അഡ്മിഷൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ഏറ്റവും ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റികളൊന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും അത് ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റ് പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള അവസരമാണ് CUCET 2025 വഴി വിദ്യാർത്ഥികൾ ലഭിക്കുന്നത്. അത് ആമുഖമായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ സംശയമുണ്ടാകും, അതുകൊണ്ടാണ് ആമുഖമായിട്ട് ഈ ഒരു കാര്യം ഉണർത്തിയത്. അപ്പോൾ നമുക്ക് CUCET 2025 ഓരോ കാര്യം നമുക്ക് പരിശോധിക്കാം, കോഴ്സുകൾ ഏതൊക്കെയാണ്, ഇനി അതേപോലെ എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്, വിദ്യാർത്ഥികൾക്ക് തന്നെ വളരെ എളുപ്പത്തിൽ സ്വന്തമായിട്ട് അപേക്ഷ നൽകുവാൻ കൂടി സാധിക്കുന്ന രീതിയിലുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് നോട്ട് ചെയ്ത് നോക്കുക, അതായത് admission.uoc.ac.in. ശ്രദ്ധിക്കുക, admission.uoc.ac.in എന്നുള്ള വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഹോം പേജിൽ നിങ്ങൾ എടുക്കുക. അപ്പോൾ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ CUCET 2025 അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് കാണാൻ സാധിക്കും. ഈ ഒരു പേജിൽ വന്നതിന് ശേഷം നിങ്ങൾ അതായത് CUCET 2025 പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ A to Z കാര്യങ്ങൾ ഇതിലുണ്ട്. അതിനുശേഷം നമുക്ക് അഡ്മിഷൻ്റെ പേജിലോട്ട് പോകാം. അപ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുക, നിലവിൽ +2കാർക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്ന കോഴ്സുകളാണ് ഇൻ്റഗ്രേറ്റഡ് PG എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കുക, ഇൻ്റഗ്രേറ്റഡ് PG എന്നാൽ ഡിഗ്രിയും PGയും ഒന്നായിട്ട് നിങ്ങൾക്ക് ഒരേ ക്യാമ്പസിൽ തന്നെ പഠിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കോഴ്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട കോഴ്സുകളാണ്. അപ്പോൾ ഈ ഒരു സാധ്യതകൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടൊരു ചെറിയൊരു പ്രിപ്പറേഷൻ കൂടി ഉണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ എക്സാമിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളാണ് കൂടുതലായിട്ടും കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് PG എന്ന് പറയും +2കാർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കാം. ഇനി അതിൽ PG എന്ന് പറയും സ്വാഭാവികമായിട്ടും നിലവിൽ ഡിഗ്രി ഫൈനൽ ഇയർ പരീക്ഷ, അതായത് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ഈ ഒരു അപേക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ കാര്യം ഈ പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് ഡേറ്റ് നോക്കാം, അതായത് ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, 15/4/2024 വരെയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. അപ്പം ഏപ്രിൽ 15 വരെ സമയമുണ്ട്. അതിൽ എൻട്രൻസ് എക്സാമിൻ്റെ ഡേറ്റ് നേരത്തെ തന്നെ അതായത് അനൗൺസ് ചെയ്തിരുന്നു, അത് മെയ് 6, 7, 8 തീയതികളാണ്. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള ഹോൾ ടിക്കറ്റ് അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകൾ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ നമ്മുടെ ചാനൽ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ഈ അപേക്ഷ കൊടുക്കുന്നതിൻ്റെ ഫീസ് നോക്കുക. അത് താരതമ്യേന വളരെ കുറഞ്ഞ ഫീസ് മാത്രമാണ്. ജനറൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയാണ് 610 രൂപയും, അതായത് പെർ പ്രോഗ്രാം, ഒരു പ്രോഗ്രാമിന് 610 രൂപയാണ്. 6 പ്രോഗ്രാം വരെ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി SC/ST വിഭാഗത്തിൽപ്പെട്ടവരാണ് 270 രൂപ. ഇനി അതേപോലെ തന്നെ LLM കോഴ്സ് ആണെങ്കിൽ അതായത് 830, അതേപോലെ തന്നെ 390. ഓക്കെ, നേരെ മറിച്ച് PG അതുപോലെ ഇൻ്റഗ്രേറ്റഡ് PG കോഴ്സുകൾക്ക് ജനറൽ 610, 200 ഈ ഒരു ഫീസാണ് നിങ്ങൾ ജസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഏത് കോഴ്സാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ടൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നിലവിലും ഓരോ കോഴ്സുകളും അതേപോലെ തന്നെ ഓരോ കോഴ്സിലുമുള്ള സീറ്റുകളുടെ എണ്ണം വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് കോഴ്സാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോഴ്സ് മാത്രം ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് 6 കോഴ്സ് വരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സ്വാഭാവികമായിട്ടും ഒരു സെഷനിൽ 6 കോഴ്സ് വരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ പരമാവധി നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതെങ്കിലും ഒന്നാണെങ്കിൽ അത് മാത്രം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എത്രയാണ് ആഗ്രഹിക്കുന്നത്
ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം 59ഓളം കോഴ്സുകൾ ഇവിടെ ടോട്ടൽ പ്ലസ് ടുക്കാർക്കും ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന കോഴ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒറ്റ നോട്ടിൽ ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കാം. അപ്പോൾ അതായത് ഇതിൻ്റെ ഓരോ യൂണിവേഴ്സിറ്റിയും അതായത് ഓരോ കോഴ്സിനും സീറ്റുകളുടെ എണ്ണവും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട് MA അറബിക്ക്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറബിക്ക്, അത് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്റ്റ് ക്യാമ്പസിലാണ്, 25 സീറ്റാണ്. സ്വാഭാവികമായിട്ട് ഡിഗ്രി അതായത് 50% മാർക്കോടെ പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ്. ഇനി MA ഇംഗ്ലീഷ് 30 സീറ്റ്, MA ഹിന്ദി. ഇപ്പോൾ ചില നിങ്ങൾ നോക്കേണ്ടത് ചില കോഴ്സുകൾ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള അഫിലിയേറ്റ് കോളേജസിലായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുമുണ്ട്, യൂണിവേഴ്സിറ്റി അണ്ടറുള്ള വളരെ പ്രധാനപ്പെട്ട ചില കോളേജുകളിലുമാണ് ഈ പറയുന്ന CUCT വഴി അഡ്മിഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ MA മലയാളം, അതേപോലെ തന്നെ MA ഉറുദു, MA എക്കണോമിക്സ്, വിവിധ കോഴ്സുകൾ, MA ഹിസ്റ്ററി, അതേപോലെ ജേർണലിസം, അതേപോലെ തന്നെ MA മ്യൂസിക്, അതേപോലെ ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, ഇതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള കോഴ്സുകളാണ്. MA സോഷ്യോളജി, ഇവിടെ ഒരു അതായത് ഏകദേശം 58ഓളം കോഴ്സുകൾ. ഇതിൽ തന്നെ ഇൻ്റഗ്രേറ്റഡ് PG എന്ന് പറയും പ്ലസ് ടുക്കാർക്കാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് കൃത്യമായി ക്ലിയർ ചെയ്തുകൊണ്ട് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ആഗ്രഹിക്കുന്നത് MCOM ആണ്, അല്ലെങ്കിൽ MA ഇംഗ്ലീഷാണ്, അല്ലെങ്കിൽ MA ഹിസ്റ്ററി ആണ്. ഇൻ്റഗ്രേറ്റഡ് കോഴ്സാൽ തന്നെ നിങ്ങൾക്കിവിടെ ഇൻ്റഗ്രേറ്റഡ് വിവിധ കോഴ്സുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇൻ്റഗ്രേറ്റഡ് MA അറബിക്ക്, ഇൻ്റഗ്രേറ്റഡ് MA സംസ്കൃതി, ഇൻ്റഗ്രേറ്റഡ് MA ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, MA എക്കണോമിക്സ് ഇൻ്റഗ്രേറ്റഡ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ, ഇൻ്റഗ്രേറ്റഡ് MSc കെമിസ്ട്രി, MSc ഫിസിക്സ്. അത് പ്ലസ് ടുക്കാർക്ക് വളരെ ഒരുപാട് സാധ്യതകൾ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡിഗ്രി കഴിഞ്ഞാൽ വേറെ കോഴ്സിന് നിങ്ങൾ വേറെ ക്യാമ്പസ് ആശ്രയിക്കാതെ സെയിം ക്യാമ്പസ് തന്നെ നിങ്ങൾക്ക് PG കൂടി പഠിക്കാൻ സാധിക്കുന്ന രീതിയിൽ വളരെ വലിയ ഓപ്ഷനാണ് ഇൻ്റഗ്രേറ്റഡ് PG എന്ന് പറയുമ്പോൾ. ഒരുപാട് കോഴ്സുകൾ ഇൻ്റഗ്രേറ്റഡ് PGയിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബോട്ടണി, അതിൽ ഇത്രയും കോഴ്സുകൾ ഈ പറയുന്ന ഡിഗ്രിക്കാർക്കും പ്ലസ് ടുക്കാർക്കും പ്രൊവൈഡ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട എക്സാമാണ് CUCT എന്ന് പറയുന്നത്. അപ്പോൾ CUCTയുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ, നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണോ, കോഴ്സ് ഏതാണോ, അത് പ്രധാന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മലയാളം, അപ്പോൾ MA മലയാളമാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ ഇൻഫർമേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഈ അപേക്ഷയുമായി ബന്ധപ്പെട്ട് പോകുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ ഈ രീതിയിൽ കൃത്യമായിട്ട് പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് കൃത്യമായിട്ട് അതിൻ്റെ ഒരു അവയർനെസ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ പേജിലോട്ട് വരിക. കാരണം തിരക്ക് പിടിച്ച് അപേക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല. ഏപ്രിൽ 15 വരെ ടൈമുണ്ട്. അതിനിടയിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കിയതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ പേജിലോട്ട് വരിക. വീണ്ടും ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എൻട്രൻസ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഉണ്ട്, ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഉണ്ട്, നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം. അത്തരത്തിൽ എല്ലാ കാര്യവും വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ CUT പോലെയുള്ള എൻട്രൻസ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയേക്കാളും എത്രയോ എളുപ്പത്തിൽ തന്നെയാണ് നമുക്ക് CUCT കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത്തരത്തിലൊരു ധാരണ നിങ്ങളിവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് CUCT 2005 അപ്ലൈ നൗ എന്നുള്ള ആ ഒരു ബട്ടൺ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ അതായത് ജസ്റ്റ് ആപ്ലിക്കേഷനിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സെറ്റാക്കി വെക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ്. പലപ്പോഴും പല വിദ്യാർത്ഥികളും പുറമേയൊക്കെ പോയിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ഓൺലൈൻ, അത് അക്ഷയ പോലുള്ള കേന്ദ്രം, അതിനൊന്നും ആവശ്യമില്ല. നിങ്ങളൊക്കെ ജസ്റ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇത്തരത്തിലെല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾ സ്വന്തമായിട്ട് പല മേഖലയിലും നിങ്ങൾ മൊബൈൽ ഫോണും അതേപോലെ ലാപ്ടോപ്പൊക്കെ വെച്ച് ചെയ്യുന്നവരാണ്. അത്തരത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യും ഇനി നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുക. അത്രമാത്രമാണ് ഈ ഒരു വിഷയത്തിലൊക്കെ ഉള്ളൂ. കാരണം പലപ്പോഴും ഔട്ട്സൈഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലും കോഴ്സുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം ഒരു ധാരണ ഇല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഒരു പിന്നീട് ഒരുപാട് പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണോ വെച്ചിട്ട് തന്നെ നിങ്ങൾ ഏതാണ് കോഴ്സുകൾ ആഗ്രഹിക്കുന്നത് ആ കോഴ്സ് കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് അതേ രീതിയിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ പേയ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് GPay വഴി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള ആരും നിങ്ങൾ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഉണർത്തുകയാണ്. ഇനി തീരെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്തവരാണ് മാത്രം ഇത്തരത്തിൽ ഔട്ട്സൈഡ് പോയിട്ട് നിങ്ങൾ ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് ആവശ്യമായിട്ട് സ്റ്റെപ്പ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, ഒന്നാമതായിട്ട് മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ. നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ മൊബൈൽ ഫോണിൽ ഉള്ള മൊബൈൽ നമ്പർ തന്നെ നിങ്ങളിവിടെ കൊടുത്തിരിക്കണം. അതുപോലെ അതിനുശേഷം നിങ്ങൾക്ക് അതിലാണ് നിങ്ങളുടെ ക്യാപ്പൈഡ് OTP വരിക. അപ്പോൾ അതുകൊണ്ട് മൊബൈൽ ഫോൺ ഇപ്പോൾ നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കുന്ന സ്ഥിരമായിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കും. വേറെ ആരെങ്കിലും മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുത്ത് ചെയ്യരുത്. നിങ്ങളുടെ കൈവശമുള്ള മൊബൈൽ നമ്പർ തന്നെ അല്ല പേരൻസിൻ്റെ മൊബൈൽ നമ്പർ തന്നെ കൊടുത്ത് ചെയ്യുക. അതേപോലെ ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അത് 40 KB ഒരു ഫോട്ടോ. എപ്പോഴും നിങ്ങൾ ഫോട്ടോയും അതേപോലെ സിഗ്നേച്ചർ ഓൾമോസ്റ്റ് എല്ലാ ആപ്ലിക്കേഷനും ഫോട്ടോയും സിഗ്നേച്ചർ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഫോട്ടോയും സിഗ്നേച്ചറും നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി പേഴ്സണലായിട്ടൊരു ഡീറ്റെയിൽസും അക്കാഡമിക് ഡീറ്റെയിൽസ്. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നിങ്ങൾ SLC ബുക്കിൽ അതേ രീതിയിൽ ഡീറ്റെയിൽസ് കൊടുക്കുക. അക്കാഡമിക് ഡീറ്റെയിൽസ് നിങ്ങൾ അത് ഇൻ്റഗ്രേറ്റഡ് PG ആണെങ്കിൽ ഈ പറയുന്ന SLC അതേപോലെ +2 റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർ റിസൾട്ട് വെയിറ്റിംഗ്, അതേപോലെ തന്നെ PG ആണെങ്കിൽ ഡിഗ്രി +2 അതേപോലെ SLC ഡീറ്റെയിൽസ് കൊടുക്കുക. അവരും ഈ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർ ആ രീതിയിൽ റിസൾട്ട് വെയിറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. ഓക്കെ, ഇനി അതേപോലെ
പ്രോഗ്രാം കോളേജ് സെലക്ഷൻ ഏതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പോലെ MA ഇംഗ്ലീഷ് ആണ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് MSc ഫിസിക്സ് ആണ് ഏതാണ് നിങ്ങൾ കൊടുക്കുന്ന കോഴ്സ് അത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെച്ചിരിക്കണം അത് നിങ്ങൾ ഓപ്ഷൻസ് 1 2 3 ആ രീതിയിൽ കൊടുക്കുക 6 ഓപ്ഷൻ വരെ നിങ്ങൾ കൊടുക്കാൻ സാധിക്കും മാക്സിമം ഇനി ഒരു കോഴ്സാണെങ്കിൽ ഒരു കോഴ്സ് മാത്രം കൊടുക്കുക അതിൽ കോളേജ് സെലക്ഷൻ നേരത്തെ പറഞ്ഞു ഡിപ്പാർട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ക്യാമ്പസും ഉണ്ട് അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലെ ചില സെൽഫ് ഫിനാൻസ് കോളേജിലും CUCT വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഏതാണ് കോളേജ് അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഈ പറയുന്ന പ്രോസ്പെക്ട്സ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കണം ഇനി അതിനുശേഷം ആപ്ലിക്കേഷൻ ഫൈനലൈസ് ചെയ്യുന്നു അതിനുശേഷം ഫീസ് ജസ്റ്റ് നിങ്ങൾ ഓൺലൈനായിട്ട് കൊടുക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ 610 രൂപ അല്ലെങ്കിൽ SC ST 290 ആ രീതിയിൽ ഫീസ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ പേ വഴി തന്നെ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ നിങ്ങൾ GPay ചെയ്യുന്ന രീതിയിൽ കൊടുക്കാം ഓക്കെ അതിനുശേഷം നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ സെലക്ഷനാണ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും എക്സാം സെൻറ്റർ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള എക്സാം സെൻറ്റർ നോക്കിയിട്ട് അവിടെ നിങ്ങൾ കൊടുക്കുന്നു അതിനുശേഷം ലാസ്റ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നു ഇത്ര മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയറുള്ളൂ ഈ ഒരു പ്രൊസീജിയർ വെച്ച് വിദ്യാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് 10 മണി മുതൽ 5 മണി വരെ നിങ്ങൾ വിളിച്ചാൽ 100% നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആ കാര്യങ്ങൾ കൂടി വിദ്യാർത്ഥി ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ ജസ്റ്റ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലോഗിൻ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും CAP ID ഓൾറെഡി ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ അതായത് നിങ്ങൾ ജസ്റ്റ് ഒന്നാമതായിട്ട് പേഴ്സണൽ ജസ്റ്റ് ഈ ഒരു ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു CAP ID നിങ്ങളുടെ CAP ID യും അതേപോലെ ജസ്റ്റ് സെക്യൂരിറ്റിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിലോട്ട് വരും ആ CAP ID യും സെക്യൂരിറ്റിക്കും നിർബന്ധമായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും അതായത് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ഉൾപ്പെടെയുള്ള റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രൊസീജിയേഴ്സും ആ CAP ID യും അതേപോലെ സെക്യൂരിറ്റിക്കും നിങ്ങളുടെ കൈവശം സേവ് ചെയ്ത് വെച്ചിരിക്കണം അതുകൊണ്ട് തന്നെ സ്വന്തം മൊബൈൽ ഫോണിൽ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വേറെ ആരെങ്കിലും മൊബൈൽ ഫോണൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളത് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി നിങ്ങൾ മറക്കരുത് ഓക്കെ അപ്പോൾ CAP ID യും സെക്യൂരിറ്റിക്കും നമ്മൾ സെറ്റ് ചെയ്യണം അതിനായിട്ട് ഇവിടെ ക്രിയേറ്റ് CAP ID ജസ്റ്റ് നമ്മൾ ടിക്ക് ചെയ്യുന്നു അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് മൊബൈൽ നമ്പറും അതേപോലെ തന്നെ നിങ്ങൾ ഏതാണോ കോഴ്സ് അതായത് നിങ്ങൾ PG ആണെങ്കിൽ PG UG ആണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് PG ഇൻ്റഗ്രേറ്റഡ് PG LLM അപ്പോൾ ഏതാണ് നിങ്ങൾ എടുക്കുന്നത് +2 ഇൻ്റഗ്രേറ്റഡ് PG ആണ് +2 കഴിഞ്ഞവർ ഇൻ്റഗ്രേറ്റഡ് PG യും ഡിഗ്രിക്കാർ PG എൻട്രൻസ് 2025 ഈ രീതിയിൽ ഓക്കെ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഗെറ്റ് OTP അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈൽ ഫോണിൽ OTP വരും ആ OTP വെച്ചിട്ട് നിങ്ങൾ വീണ്ടും ബാക്കിലോട്ട് വന്ന് ഇവിടെ നിങ്ങളിവിടെ CAP ID യും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വന്ന സെക്യൂരിറ്റിക്കും ടൈപ്പ് ചെയ്ത് ഈ ഒരു ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് അക്കാഡമിക് ഡീറ്റെയിൽസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അതുപോലെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ അത് കോളേജ് സെലക്ട് ചെയ്യുന്നു കോഴ്സ് സെലക്ട് ചെയ്യുന്നു പിന്നെ ഫൈനലി എമൗണ്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു അത് ഈ പറയുന്ന ഫീസ് അടക്കുന്നു ശേഷം ലാസ്റ്റ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്ത് വെക്കുന്നു ഈ പ്രിൻ്റ് ഔട്ട് പിന്നെ നിങ്ങൾ എവിടെയും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മൊബൈൽ ഫോണിൽ ആ ഒരു PDF നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക പിന്നീട് നമ്മൾ അത് ഹോൾ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്ന സമയത്ത് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പത്രത്തിൽ വളരെ എളുപ്പത്തിൽ വിദ്യാർത്ഥികൾ ഈ രീതിയിൽ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ഇതിനെ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള കേരളത്തിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും എല്ലാ കോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ള A to Z ഇൻഫർമേഷൻ പരമാവധി വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും കൂടാതെ കരിയർ സംബന്ധമായിട്ടുള്ള നിങ്ങൾക്ക് ഏതെങ്കിലും സ്വന്തമായിട്ടുള്ള അതായത് കരിയർ സംബന്ധമായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഗൈഡൻസ് ആവശ്യമായിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ ആ ഒരു വാട്സപ്പ് നമ്പർ താഴെ കൊടുത്ത ആ ഒരു വാട്സപ്പ് നമ്പർ നിങ്ങൾ ജസ്റ്റ് പേഴ്സണൽ കരിയർ ഗൈഡൻസ് എന്നുള്ള രീതിയിൽ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഫീസ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ആ രീതിയിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നവരുണ്ട് അതിൽ നിങ്ങൾ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള പേഴ്സണൽ കരിയർ ഗൈഡൻസ് കൗൺസിലിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആ ഒരു സേവനം ആവശ്യമായിട്ടുള്ള വിദ്യാർത്ഥികൾ രക്ഷിതാക്കളും ഉപയോഗപ്പെടുത്തുക അപ്പോൾ പരമാവധി ഇത്തരത്തിൽ ഇൻഫർമേഷൻ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് രചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ